ആസ്പെക്ട് കോഴ്സിന്റെ വോളിയം 6ലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വർക്ക് ഇൻ വീക്ക് ലിബ്രാക്കാഡിന്റെ പാർട്ട് 2 ആണ്. ഞാൻ പ്രിയദർശിനി, കരവാരം VHSലെ വൊക്കേഷണൽ ടീച്ചറാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ലിബ്രാക്കാഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിന്റെ ആപ്ലിക്കേഷൻ പ്രിഫറൻസസിനെ കുറിച്ചും ഡ്രോയിങ് പ്രിഫറൻസസിനെ കുറിച്ചും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും വിഡ്ജറ്റ്സിനെയും ഡോക്ക് ഏരിയാസിനെ കുറിച്ചും ഡോക്ക് വിഡ്ജറ്റ്സിനെ കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ലിബ്രാക്കാഡ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലിക്കിൽ ലിബ്രാക്കാഡ് ഓൺ ചെയ്യാം. ഒരു സിംഗിൾ ക്ലിക്ക് കൊടുത്തു, ഫയൽ ഓണായി. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിപ്പോൾ ഏതെങ്കിലും സ്ക്രീനിൻ്റെ ഒരു എൻഡിൽ പോയി കിടക്കും. അപ്പോൾ എന്ത് ചെയ്യണം? വ്യൂവിൽ പോയിട്ട് ഫുൾ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുമ്പോഴത്തേനും അത് ഫുൾ സ്ക്രീനിലേക്ക് വരും. നമുക്ക് എന്തെല്ലാം കാണാം. ഇതാണ് നമ്മുടെ ലിബ്രാക്കാഡിൻ്റെ സ്ക്രീൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെ ഇതിൻ്റെ ഓരോ ഓപ്ഷൻസിനെ കുറിച്ചും. ഡ്രോയിങ് പ്രിഫറൻസസ്, ആപ്ലിക്കേഷൻ പ്രിഫറൻസസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ വിഡ്ജറ്റ്സും കുറേ ടൂൾ ബാർസും ഒക്കെ സൈഡിലിരിക്കുന്ന കാണാം. ഇത് കാണുന്നതാണ് മൗസ്. മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണെന്നാണ് ഇത് കാണിക്കുന്നത്. ഓരോ ഓപ്ഷൻസിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം ടൂൾസിനെ ഒന്ന് പരിചയപ്പെടാം. ടൂൾസ്. ഇപ്പോൾ എന്തൊക്കെ ടൂൾസ് ഉണ്ട്? നമുക്ക് ഡ്രോയിങ് വരയ്ക്കാൻ ആവശ്യമുള്ള എല്ലാ ടൂൾസും ഈ ടൂൾ ബാറിൽ ടൂൾസിൽ ഉണ്ട്. ലൈൻ എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നുള്ള ഓപ്ഷൻസാണിത്. 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റ്സ് കൊടുത്ത്, ആംഗിൾ കൊടുത്ത്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം ഓരോ ടൂള് പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കാം. ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും അത് വരയ്ക്കാനുള്ള ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ലൈൻ, സർക്കിൾ, കർവ്, എലിപ്സ്, പോളിലൈൻ, സെലക്ഷൻ ഓപ്ഷൻ, ഡയമെൻഷൻ ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഡയമെൻഷനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെങ്ങനെയെല്ലാം ചെയ്യാം. മോഡിഫിക്കേഷൻ, ഓൾറെഡി വരച്ച ഒരു ഫിഗറിനെയോ ഫിഗറിനെയോ ഡ്രോയിങ്ങിനെയോ നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഒരു ടൂൾ വെച്ച് നമ്മൾ വരച്ചതിനെ നമുക്ക് മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻസാണ് ഇതെല്ലാം. ഇൻഫർമേഷൻസ്, എന്തെല്ലാം ഇൻഫർമേഷൻസ്, ഇൻഫോ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻസ് ആണ്. നമുക്ക് ചില ഇൻഫർമേഷൻസ് മസ്റ്റായിട്ട് കിട്ടിയേ ഒക്കുള്ളൂ. ആ ഇൻഫർമേഷൻസ് എങ്ങനെ കിട്ടും, എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മൾട്ടി ലൈൻ ടെക്സ്റ്റ് എങ്ങനെ എഴുതാം. മൾട്ടി ലൈനും ഉണ്ട്, സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഉണ്ട്. മൾട്ടി ലൈൻ ടെക്സ്റ്റ് എങ്ങനെ എഴുതാം, ടെക്സ്റ്റ് എങ്ങനെ എഴുതാം, ഹാച്ച് ചെയ്യാം, പോയിന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ടൂൾസാണ് ഈ ലിബ്രാക്കാഡിൽ ഉള്ളത്. ഈ വിഡ്ജറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർഫേസ് ആണ്. നമ്മുടെ പ്രോഗ്രാമും നമ്മൾ വരയ്ക്കുന്ന ടൂളും തമ്മിൽ എളുപ്പത്തിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് വിഡ്ജറ്റ്സ്. ആ വിഡ്ജറ്റ്സ് നമുക്ക് എവിടെയൊക്കെ ഡോക്ക് ചെയ്ത് വെക്കാം. ഡോക്ക് ചെയ്ത് മുകളിൽ വേണമെങ്കിൽ താഴെ വേണമെങ്കിൽ നമുക്ക് ഓരോ ഡോക്ക് ഏരിയ ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ലെഫ്റ്റ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ള ടൂൾസ് എല്ലാം ഓഫായി പോകും. അങ്ങനെ നമുക്ക് ഡോക്ക് ഏരിയ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിനനുസരിച്ച് ഡോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ റൈറ്റിലുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനായി മാറും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടൂൾസ് നമുക്ക് ഓരോ ഓപ്ഷൻസിനനുസരിച്ച് നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും എവിടേക്ക് വേണോ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി വിഡ്ജറ്റ്സ്, പിന്നെ ഡോക്ക് വിഡ്ജറ്റ്സ്. ഇതിൽ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളതിന് എന്തെല്ലാം ടൂൾസ് ആവശ്യമുണ്ടോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതേപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇടരുത്. എന്തെല്ലാം ടൂൾസ് ആവശ്യമുണ്ടോ ആ ടൂൾസ് മാത്രം. ഇത് ഇപ്പോൾ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇത്രയും ടൂൾസൊക്കെ ഇടേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് മാത്രം ഇനീഷ്യൽ സ്റ്റേജിൽ അത്യാവശ്യമുള്ള ടൂൾസ് മാത്രം നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ഏരിയയിൽ കൊണ്ട് ടൂൾ ബാർസ് കൊണ്ടിടുക. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു പോളിലൈൻ നമുക്കിപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. ഇപ്പോൾ നമുക്ക് ഈ വിഡ്ജറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പോളിലൈൻ ഓഫായി കാണും. ലൈൻ ഓഫ് ചെയ്യണമെങ്കിൽ സർക്കിൾ ഓഫ് ചെയ്യണമെങ്കിൽ സർക്കിൾ ഓഫ് ചെയ്യാം. അതാണ് ടൂൾസ്, വിഡ്ജറ്റ്സ്. അപ്പം ഏതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് അത് മാത്രം ഇവിടെ അത്യാവശ്യം വേണ്ടത് മാത്രം നമ്മൾ ഈ സൈഡിലൊക്കെ കൊണ്ട് വെക്കുക. ഇനി ടൂൾ ബാർസ്, ഇതാണ് അടുത്ത കാര്യം. ടൂൾ ബാർസ് എന്ന് പറഞ്ഞാൽ ഈ ബാർ എന്തെല്ലാം ഓൺ ആണ് ഓഫ് ആണ്. ടൂൾ ബാർസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെയുണ്ട്. സർക്കിൾ എന്നുള്ള ടൂൾ ബാർ ഈ സൈഡിലായിരിക്കത്തില്ല, എവിടെയെങ്കിലും സൈഡിലൊക്കെ കിടക്കും. ഈ താഴെയോ മുകളിലോ ലെഫ്റ്റിലോ റൈറ്റിലൊക്കെ ആയിട്ട് കിടക്കും. ഇപ്പോൾ ടൂൾ ബാറിൽ നമ്മൾ സർക്കിൾ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഇതാണ് സർക്കിളിൻ്റെ സിമ്പിൾസ്, അതെല്ലാം അങ്ങ് ഓഫ് ആവും. കണ്ടോ? അങ്ങനെ നമുക്ക് ടൂൾ ബാറിനെയും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം? ഡോക്ക് വിഡ്ജറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ടൂൾ ബാർസിൽ നമുക്ക് അത്യാവശ്യം കാണേണ്ട മാത്രം നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കളിക്കാം.
ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ. അത് നമ്മൾ വരയ്ക്കുന്ന വഴിക്ക് പഠിക്കും. ഇപ്പോൾ ക്രിയേറ്റേഴ്സ് എന്തൊക്കെ ക്രിയേഷൻസ് ഉണ്ട്, കർവ്, ഡീഫോൾട്ട്, കസ്റ്റം, ഡയമെൻഷൻ, ഡോക്ക് ഏരിയാസ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ കാണുന്നതൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്നതും മുകളിൽ കാണുന്നതുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ടൂൾ ബാർസ്. മെനു ക്രിയേറ്റർ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊരു മെനു ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ലൈനിലാണെങ്കിൽ എല്ലാ 2 പോയിന്റ് വെച്ച് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരു പോയിന്റ് ഒരു ആംഗിൾ വെച്ച് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ഇപ്പോൾ 2 പോയിന്റ്സ് മാത്രം മതി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു പേര് കൊടുത്ത് നമുക്കൊരു പെയിൻറ്റ് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ട് സേവ് ചെയ്തിടാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു മെനു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു ഓപ്ഷൻ ടിക്ക് ചെയ്യുമ്പോൾ ആ ടൂൾസ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേയിൽ വരത്തുള്ളൂ. ഇതാണ് മെനു ക്രിയേറ്റർ. ടൂൾ ബാർ ക്രിയേറ്റർ. ഇതേപോലെ തന്നെ ടൂൾ ബാർസും നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റിയിടാം. ഇപ്പോൾ വിഡ്ജറ്റ്സിലെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. മെനു ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. അതുപോലെ വിഡ്ജറ്റ്സിൽ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. ഇതെല്ലാം നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കിയിടുക. ഇനി ഹെൽപ്പ് മോഡിൽ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിബ്രക്കൈഡിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇവരുടെ കമ്പനി പ്രൊവൈഡർ ചില കമാൻഡ്സും അതിൻ്റെ യൂസ്ഫുൾ മാനുവലും ഒക്കെ തന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമല്ല കുറച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഹെൽപ്പിൽ പോയിട്ട് എബൌട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വെർഷനും എന്നുണ്ടാക്കിയതാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. ഇതാണ് ഹെൽപ്പ് ബട്ടൺ. അപ്പോൾ നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ ഫയൽ പോയിട്ട് ന്യൂ ക്രിയേറ്റ് ചെയ്താൽ ന്യൂ ആവും. പിന്നെ ഉടനെ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഫയൽ ന്യൂ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഫയൽ സേവ്. ഇവിടെ പോയി സേവ് ആവുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് സേവ് ആവും. ട്യൂട്ടോറിയൽ 2 സേവായി. നമ്മുടെ ഫയല് സേവ് ആയി കഴിഞ്ഞു. വ്യൂവിൽ പോയിട്ട് നമ്മളൊന്ന് ഫുൾ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിൻ്റെ പേര് ട്യൂട്ടോറിയൽ 2 എന്നുള്ള പേരിലാണ് ഇത് സേവ്ഡായി ഇരിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യണം, നമുക്ക് ആദ്യം പഠിക്കുന്ന കമാൻഡ് ഓപ്ഷൻസിൽ പോവുക. ആപ്ലിക്കേഷൻ പ്രിഫറൻസസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്പിയറൻസ് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഡ്രോയിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസ് എങ്ങനെ വരണം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ പ്രിഫറൻസസ് കിടക്കുന്നത്. ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് വേണ്ട ഒരു ഓപ്ഷനാണ് സ്നാപ്പ്. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നാപ്പ് പ്രൊവൈഡ് ദ എബിലിറ്റി ടു പിക്ക് പ്രിസൈസ് ലൊക്കേഷൻ വൈൽ യൂസിങ് മൗസ്. ഒരു മൗസ് ഉപയോഗിച്ച് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ കൃത്യമായ സ്ഥാനം കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാപ്പ് ഉപയോഗിക്കുന്നത്. ഈ സ്നാപ്പിനെ എങ്ങനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു? വേണേൽ ക്രോസ് ഹെയർ ആയിട്ടോ ക്രോസ് ഹെയർ 2 ആയിട്ട് ഇനി കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഐസോമെട്രിക് ആയിട്ടോ സ്പൈഡർ വെബ് ആയിട്ടൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഓരോന്നും നമുക്ക് യൂസ് ചെയ്ത് പഠിക്കും. അത് ക്രോസ് ഹെയർ ആയിട്ട് കിടക്കട്ടെ. ഈ സ്നാപ്പ് ഇൻഡിക്കേഷൻ ഷേപ്പ്, ഈ സ്നാപ്പ് പോകുമ്പോൾ അത് സർക്കിളായിട്ട് ലൈനായിട്ടും പോയിൻ്റായിട്ടും ഒക്കെ നമുക്ക് പോയിൻ്റായിട്ട് സ്ക്വയറായിട്ട് നമുക്കതിൽ കാണിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നും നമുക്ക് ഈ വരുന്ന ഓരോ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാണാം. പാത്ത് നിങ്ങൾക്കറിയാമല്ലോ. പാത്ത് പുതിയ പാത്ത് എടുക്കണമെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളത് യൂണിറ്റ് എന്താണ് സേവ് ചെയ്യുന്ന ടൈം. യൂണിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് മാറ്റുക? കറണ്ട് ഡ്രോയിങ് പ്രിഫറൻസസിൽ പോയിട്ട് ആ ഡ്രോയിങ്ങിന് മാത്രം നമുക്ക് യൂണിറ്റോ സ്കെയിലോ മാറ്റാം. സെൻറ്റിമീറ്റർ, ഡെസിമൽ പ്രിസിഷൻസ് കറക്റ്റ് ചെയ്യാം. ഗ്രിഡ് ഓട്ടോമാറ്റിക് ഇട്ടേക്കുന്ന ഡൈവേർഷൻ എങ്ങനെ കാണിക്കണം, അതിൻ്റെ ടെക്സ്റ്റ് കാണാം. സ്പ്ലൈൻസ് പറഞ്ഞല്ലോ, ഒരു കർവ് എങ്ങനെ സ്മൂത്തായിട്ട് വരയ്ക്കുക എന്നുള്ള നമ്പറാണ് സ്പ്ലൈൻസ്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഡ്രോയിങ് ഓപ്പൺ ചെയ്തു, സേവ് ചെയ്തു, ആപ്ലിക്കേഷൻ പ്രിഫറൻസസിൽ പോയി അത്യാവശ്യ കാര്യങ്ങൾ സെറ്റ് ചെയ്തു,
കറണ്ട് ഡ്രോയിങ് പ്രിഫറൻസസിൽ പോയി അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾക്ക് ഡ്രോയിങ്ങിലേക്ക് കടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 0 പോയിന്റ്. ഈ ക്രോസ് ഹെയർ കാണുന്നതാണ് 0 പോയിന്റ്. അപ്പോൾ ക്രോസ് ഹെയർ കാണുമ്പോഴത്തേനും സൈഡിൽ കാണാം. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോയും റിലേറ്റീവ് സീറോയും എന്തുകൊണ്ടാണ് ഒന്നായത്? നമ്മൾ റിലേറ്റീവ് സീറോ, നമ്മുടെ 0 പോയിന്റ് നമ്മളൊന്നും വരച്ചിട്ടില്ല. ഒരു പോയിന്റ് വരച്ച് കഴിയുമ്പോൾ ആ ലാസ്റ്റ് പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്തായിരിക്കും നമ്മുടെ റിലേറ്റീവ് സീറോ മാറുന്നത്. ഇത് അബ്സല്യൂട്ട് സീറോ വിൽ ബി ബേസ്ഡ് ഓൺ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ കോർഡിനേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഇനീഷ്യൽ സ്റ്റാർട്ടിനെ സീറോയെ ബേസ് ചെയ്തിട്ടായിരിക്കും അബ്സല്യൂട്ട് സീറോ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റിനെ, നമ്മൾ അവസാനം റെപ്രസെൻറ്റ് ചെയ്ത പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് റിലേറ്റീവ് സീറോ മാറുന്നത്. നമുക്ക് ഡ്രോയിങ്ങിൽ തുടങ്ങിയാലോ? നമുക്ക് ആദ്യം ഒരു ലൈൻ എങ്ങനെ വരയ്ക്കാം നോക്കാം. ഒരു ലൈൻ എടുത്ത് ഇപ്പം പറഞ്ഞു, നമുക്ക് ഒരു പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാണുന്നുണ്ടോ താഴെ, സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്, ആദ്യത്തെ പോയിന്റ് കാണിക്കുകയാണ്. അപ്പോൾ ഗ്രിഡിൻ്റെ സ്പേസിങ് എത്രയാണ് നമുക്കറിയാം, 10 ആണ്. 10 സെൻറ്റിമീറ്ററാണ് ഓരോ ഗ്രിഡ്. നമ്മൾ ആദ്യത്തെ പോയിന്റ് വെറുതെ കൊടുക്കുകയാണ് 10,10. അപ്പോൾ അത് ആദ്യത്തെ ഇതിൽ വരണം, ഈ പോയിന്റിൽ വരണം. ഓക്കെ, വരുന്നുണ്ടോ നോക്കാം. വന്നോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ 10,10 ഗ്രിഡിൻ്റെ ആദ്യത്തെ കോർണറിൽ ഇട്ടു. രണ്ട് തരത്തിൽ നമുക്ക് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് സീറോ or with respect to the absolute zero or with respect to the last point. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, അബ്സല്യൂട്ട് സീറോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇട്ടത് 10,10 ഫസ്റ്റ് പോയിന്റ്. ഈ സെക്കൻഡ് പോയിന്റ് നമുക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. അതിന് നമുക്കൊരു ഓപ്ഷനാണ് സ്നാപ്പ്. സ്നാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണ്, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ മൗസ് ക്ലിക്ക് ചെയ്തതനുസരിച്ച് പോയിന്റിൽ ലൊക്കേഷൻസ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്നാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്നാപ്പ് ബട്ടൺ ഇവിടെ എവിടെയാണ്, ഇതാണ് സ്നാപ്പ് ബട്ടൺ. സ്നാപ്പ് ഇത് ഫ്രീ സ്നാപ്പ്, സ്നാപ്പ് ഓൺ ഗ്രിഡ്, സ്നാപ്പ് ഓൺ എൻഡ് പോയിന്റ്സ്, സ്നാപ്പ് ഓൺ എൻറ്റിറ്റി, സ്നാപ്പ് സെൻറ്റർ, സ്നാപ്പ് മിഡിൽ, സ്നാപ്പ് ഡിസ്റ്റൻസ്, സ്നാപ്പ് ഇൻ്റർസെക്ഷൻ. ഇതിങ്ങനെ ഇട്ടാൽ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം, ഹൊറിസോണ്ടലായിട്ടേ പോകത്തുള്ളൂ, വെർട്ടിക്കലായിട്ടേ പോവുള്ളൂ, റെസ്ട്രിക്റ്റ് ഓർത്തോഗണൽ 90 ഡിഗ്രി മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇതാണ് സ്നാപ്പിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് സ്നാപ്പ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു സ്നാപ്പ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ഏതെങ്കിലും ഒന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഫ്രീ സ്നാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ വെക്കുന്നത് സ്നാപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്ക്ലൂസീവ് സ്നാപ്പ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്നാപ്പ് മാത്രമേ വർക്ക് ചെയ്യൂ, സ്നാപ്പ് ഓൺ കിട്ടും. വേറെ ഒന്നും നമ്മൾ ഓൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഓഫാവും. കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൻ്റെ കളർ മാറുന്ന കാണുന്നുണ്ടല്ലോ. എക്സ്ക്ലൂസീവ് സ്നാപ്പ് മോഡ് നമ്മൾ ഓഫ് ചെയ്തെന്ന് വെച്ചുള്ളൂ, പിന്നെ എത്ര സ്നാപ്പ് വേണമെങ്കിലും നമുക്ക് ഓൺ ചെയ്ത് ഇടാം. കാണുന്നുണ്ടല്ലോ, അതാണ് എക്സ്ക്ലൂസീവ് സ്നാപ്പ് മോഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെസ്ട്രിക്റ്റ് ഓർത്തോഗണൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കാം. നോക്കിക്കോളൂ, ഇപ്പോൾ എങ്ങനെ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാകുന്നത്? അപ്പോൾ അടുത്ത പോയിന്റ് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഡ്രോയിങ് വരയ്ക്കുന്നതിനകത്ത് വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ലൈൻ നമുക്ക് വരയ്ക്കാൻ, ഇപ്പോൾ ആദ്യത്തെ നമ്മളൊരു പോയിന്റ് കൊടുത്തു, ഇനി അടുത്ത പോയിന്റ് നമ്മൾ വേറൊരു പോയിന്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്, ഇങ്ങനെ വരയ്ക്കേണ്ട ലൈനാണ്. അപ്പോൾ നമ്മൾ 10,10 ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ 10, വൈ ആക്സിസിൽ 10. നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ വാല്യൂ മാത്രമേ മാറുള്ളൂ, വൈ ആക്സിസ് മാറുമോ? ഇല്ല. നമ്മൾ എക്സ് ആക്സിസിന് അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. നമുക്കൊരു 40,10 ആയിരിക്കും. വൈ ആക്സിസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഈ വെർട്ടിക്കലാണെങ്കിൽ എക്സ് ആക്സിസിൽ ചേഞ്ച് വരത്തില്ല, വൈ ആക്സിസ് മാത്രം ചേഞ്ച് ആവും. അപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ ചേഞ്ച് വരുത്താതെ വൈ ആക്സിസ് മാത്രം നമ്മളൊന്ന് കൂട്ടി ഇടുക. 40, എക്സ് ആക്സിസ് ചേഞ്ച് ചെയ്തിട്ടില്ല, വൈ ആക്സിസ് നമ്മളൊരു ഹൈറ്റ് കൊടുത്തു. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഓർത്തോഗണലായിട്ടോ ഹൊറിസോണ്ടലായിട്ടൊക്കെ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും.
ഇനി നമ്മൾ അറ്റ് ദ റേറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അതായത് വിത്ത് റെസ്പെക്ട് ടു ദ ലാസ്റ്റ് പോയിന്റ്. ഈ ലാസ്റ്റ് പോയിന്റിനെ മാത്രം ബേസ് ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. നമുക്കൊരു ആംഗിളിലോ ഡിസ്റ്റൻസിലോ ഒക്കെ വരയ്ക്കാം. ഡിസ്റ്റൻസ് നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇങ്ങോട്ടൊരു ഈ പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രം വരയ്ക്കാം. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എക്സ് എങ്ങോട്ടായി? നെഗറ്റീവായി. അപ്പോൾ ഞാൻ നെഗറ്റീവായിട്ടൊരു റീഡിങ് ചെയ്താൽ അറ്റ് ദ റേറ്റ് ഇതാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് പോയിന്റ് ആണ് വരിക. -10, വൈ എക്സ് നമുക്ക് മാറണ്ട, ഹൈറ്റ് നമ്മൾ മാറുന്നില്ല, 0. ഇത് സംഭവിക്കാൻ നോക്കി ഉണ്ടോ? പുറകോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പോയിന്റിനെ ബേസ് ചെയ്ത് ചെയ്തു. ഞാൻ അടുത്ത പോയിന്റ് ചോദിക്കില്ല. അപ്പോൾ ഞാനൊരു ആംഗിൾ കൊടുക്കട്ടെ. അറ്റ് ദ റേറ്റ് ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക. ഈ ലാസ്റ്റ് പോയിന്റിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. 10, at an angle of 10 at an angle of 45. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡിൽ വരയ്ക്കാം. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് സീറോ ഓർ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് സീറോ. റിലേറ്റീവ് സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലാസ്റ്റ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് സീറോ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കോർഡിനേറ്റ്സ് കറക്റ്റായിട്ട് കോർഡിനേറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഓർ പോളാർ കോർഡിനേറ്റ്സ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിൽ x,y അല്ലെങ്കിൽ x അറ്റ് ആൻ ആംഗിൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തോളും. അപ്പം റിലേറ്റീവ് സീറോയും അബ്സല്യൂട്ട് സീറോയും എന്താണെന്ന് പഠിച്ചു. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും പോളാർ കോർഡിനേറ്റ്സും എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇനി ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ഓപ്ഷൻ എന്താണ്? ഒരു ലൈൻ വരയ്ക്കുമ്പോഴത്തെ അടുത്ത ഓപ്ഷനാണ് ലൈൻ അറ്റ് ആൻ ആംഗിൾ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഇത് കൊടുത്തത് നമ്മൾ ഓരോന്നിനും ഡിസ്റ്റൻസ് കൊടുത്ത് ആംഗിൾ കൊടുക്കാൻ. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ട്, എളുപ്പത്തിൽ നമുക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഒരു ഓപ്ഷനാണ് ഡിസ്റ്റൻസ് പോയിന്റ് ആൻഡ് ആൻ ആംഗിൾ. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡിസ്റ്റൻസും കൊടുക്കണം ആംഗിളും കൊടുക്കണം. പക്ഷെ അതിനുള്ള ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതോ ഒരു ടൂള് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല, നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല. അത് ഏതാണെന്ന് വെച്ചാൽ ടൂൾ ബാർ വിഡ്ജറ്റ്സിൽ പോവുക, ടൂൾ ബാർസിൽ പോവുക, എന്നിട്ട് ഈ ടൂൾ ഓപ്ഷൻസ് എന്നുള്ള ഒരു വിൻഡോ ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കാണുന്നുണ്ടോ? എന്ത് വന്നു പുതുതായിട്ട്? ആംഗിൾ, ലെങ്ത്, സ്നാപ്പ് അറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അപ്പോൾ ഇതെന്താണ് അപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ കാണിക്കുന്നത്? നമ്മൾ വരയ്ക്കുന്നത് ഏത് ആംഗിളിലാണ്, ആ പോയിന്റ് എത്ര ലെങ്ത് ആണ് നമ്മൾ വരയ്ക്കുന്നത്, എവിടെയാണ് സ്നാപ്പ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത് 50 ആയിരിക്കും, ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. എന്ന് മാറ്റി 30 ആക്കട്ടെ. 30 ആയി കണ്ടോ? ഡിസ്റ്റൻസ് ഞാൻ മാറ്റി ഒരു 100 ആക്കട്ടെ. അപ്പോൾ ലെങ്ത് കൂടി കാണുന്നുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. സ്നാപ്പ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മിഡിൽ കാണുന്നുണ്ടല്ലോ ആ വ്യത്യാസം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലൈൻ സിമ്പിൾ ക്ലിക്കിൽ ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ആംഗിളും കൊടുക്കണ്ട, പോളാർ കോർഡിനേറ്റ്സും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇനി നമ്മൾ എന്താ ചെയ്താൽ മതി? ഇതിനെ സ്നാപ്പ് ചെയ്ത് ഏത് പോയിന്റിലാണ് കൊണ്ട് വെക്കേണ്ടതെന്ന് വെച്ചാൽ പോയിന്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്നാപ്പ് ആയിക്കോളും. ഞാൻ സ്നാപ്പ് അറ്റ് സ്റ്റാർട്ട് കൊടുത്തു, ഡിസ്റ്റൻസ് ഒരു 50 കൊടുത്തു, ആംഗിൾ ഒരു 45 കൊടുത്തു. എന്നിട്ട് സ്നാപ്പ് ബട്ടണിൽ ഞാൻ എന്ത് ചെയ്തു? എൻഡ് പോയിന്റിൽ സ്നാപ്പ് ചെയ്യത്തക്കാണ് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് എൻഡ് പോയിന്റിൽ പോയി സ്നാപ്പ് ചെയ്തു. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എത്രയായി? 45 ഡിഗ്രി. ഇനി എത്ര ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ, അപ്പോൾ ഇതെന്ത് പഠിച്ചു? നമ്മൾ 2 പോയിന്റ്സ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു, ഒരു പോയിന്റ് ആൻഡ് ആൻ ആംഗിൾ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കും? അതും ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഓപ്ഷൻസ് വരും. കണ്ടോ? ലെങ്ത്, സ്നാപ്പ് അറ്റ്. സ്നാപ്പ് അറ്റ് ഞാൻ എൻഡിലാക്കി. കാണുന്നുണ്ടല്ലോ. ഇപ്പം എന്ത് പറ്റി? 50 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ പുറകോട്ട് വരച്ച്. സ്നാപ്പ് ചെയ്ത് എവിടെയാണ്? എൻഡിലാണ് സ്നാപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് വെർട്ടിക്കലി അപ്പ് എങ്ങനെ സ്നാപ്പ് ചെയ്യാം?
സ്നാപ്പ് എവിടെ വേണം? എൻഡിൽ വേണം, സ്റ്റാർട്ടിൽ വേണം? മിഡിലായിക്കോട്ടെ. മിഡിൽ ലെങ്ത് കൊടുത്തു, നമ്മളിവിടെ കൊണ്ടത് ക്ലിക്ക് ചെയ്യും. കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓപ്ഷൻ പഠിച്ചു? ലൈൻ വിത്ത് 2 പോയിന്റ്സ്, ലൈൻ വിത്ത് എ സ്റ്റാർട്ട് പോയിന്റ് ആൻഡ് ആൻ ആംഗിൾ, ലൈൻ ഹൊറിസോണ്ടൽ, ലൈൻ വെർട്ടിക്കൽ. ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. ഇതാണ് ലൈൻ വരയ്ക്കാനുള്ള കമാൻഡ്സ്. ഇനി അടുത്തുള്ള എന്താണ്? റെക്റ്റാങ്കിൾ. എന്താ റെക്റ്റാങ്കിൾ? ഞാൻ സ്നാപ്പ് ഓഫ് ചെയ്യാണ്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. സ്ക്വയർ 4 സൈഡായിരിക്കും. നമ്മൾ ആദ്യത്തെ പോയിന്റ് കൊടുത്തു, ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ 50,150 കൊടുത്തു. കണ്ടോ? അപ്പോൾ അടുത്ത പോയിന്റ് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റ് കൊടുക്കുക, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു 0 കൊടുക്കുക. ഞാൻ വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റ് കൊടുക്കാൻ പോകാം. നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എണ്ണി നോക്കിയൊക്കെ വരയ്ക്കണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് കൊടുക്കുമ്പോൾ എത്ര സെക്കൻഡ് കോർണറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത 50,60 കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ റെക്റ്റാങ്കിളിന് 2 കോർഡിനേറ്റ്സ് കൊടുത്താൽ മതി. ഏതൊക്കെ കൊടുത്താൽ മതി? ഈ കോർണറും ഈ കോർണറും കൊടുത്താൽ മതി. അപ്പോൾ ഈ സെക്കൻഡ് കോർണർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി പോയിന്റ്സ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യും, ക്ലോസ് ചെയ്തെടുക്കും. ഫിഗർ ക്ലോസ്ഡ് ആയി മാറി. ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ലൈനിന് ഇതൊക്കെ വരച്ചു. 2 പോയിന്റ്സ്, പോയിന്റ് അറ്റ് ആൻ ആംഗിൾ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, റെക്റ്റാങ്കിൾ. ഇത്രയും വരയ്ക്കുന്നത് എങ്ങനെയാണ്? നല്ലോണം മനസ്സിലായല്ലോ. റെക്റ്റാങ്കിളൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. റെക്റ്റാങ്കിൾ യൂസ് ചെയ്തതിന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊരു സിംഗിൾ എൻറ്റിറ്റിയാണ്. കണ്ടോ? ഒരൊറ്റ എൻറ്റിറ്റിയാണ്. ലൈൻസ് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അതേസമയത്ത് ഇത് നോക്കിക്കേ, ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. ഇത് ഓരോന്നും ഓരോ എൻറ്റിറ്റിയാണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റൂ? ഒരു സൈഡായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാം കൂടെ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഓരോ ലൈൻസായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി. ഇങ്ങനെ ലൈൻ വരച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് എൻറ്റിറ്റി, ഓരോ ഇതായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ വരച്ച് കാണിക്കാം. വരച്ചു, സ്നാപ്പ് ചെയ്തു, ഒരു പോയിന്റ് എടുത്ത് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ ക്ലോസ് എന്നുള്ള ബട്ടൺ കണ്ടോ? ക്ലോസ് ചെയ്തു. ഇത് റെക്റ്റാങ്കിൾ ആണല്ലോ. ഇത് റെക്റ്റാങ്കിൾ. പക്ഷേ ഇതിൽ ഓരോ ലൈനും നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കേട്ടോ? ഇതാണ് ലൈൻ വെച്ച് വരയ്ക്കുന്നതും റെക്റ്റാങ്കിളിനുള്ള ഓപ്ഷൻ എടുത്ത് വരയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ രീതിയിൽ ഡ്രോയിങ് വരയ്ക്കാൻ ഇത്രയും കമാൻഡ്സൊക്കെ ലൈനിന് അറിഞ്ഞിരുന്നാൽ മതി. എങ്കിലും കൂടുതൽ കമാൻഡ്സ് ഇതിലുണ്ട്. എന്തൊക്കെയാണ് ഇത്? പാരലൽ ത്രൂ എ പോയിന്റ്. ഒരു പോയിന്റിൽ കൂടെ ഈ ലൈനിന് പാരലായിട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ എങ്ങനെയാണ്? അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പാരലൽ അറ്റ് എ ഡിസ്റ്റൻസ്, ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ, ടാൻജൻറ്റ്. ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. സർക്കിളിന് പോയിന്റ് കൊടുത്ത് ടാൻജൻറ്റ് വരയ്ക്കാം. 2 സർക്കിളിന് ടാൻജൻറ്റ് വരയ്ക്കാം. ടാൻജൻറ്റ് ഓർത്തോഗണൽ 90 ഡിഗ്രി ടു എ ലൈൻ ഓർ ടാൻജൻറ്റ് വരയ്ക്കാം. ഓർത്തോഗണലായിട്ട് വരയ്ക്കാം. റിലേറ്റീവ് ആംഗിളിൽ വരയ്ക്കാം. ഇത് പോളിഗൺസ്, സെൻറ്ററും നമ്പർ ഓഫ് കോർണേഴ്സ്, സെൻറ്ററും നമ്പർ ഓഫ് ലൈൻസും കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര പോളിഗൺ വേണമെങ്കിലും വരയ്ക്കാം. കോർണർ കൊടുത്തിട്ട് ഇങ്ങനെ പോളിഗൺ വരയ്ക്കാം. ഇതെല്ലാം ലൈനിൻ്റെ ഓപ്ഷൻസിൽ പെട്ടത്. ഇതൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് പഠിക്കാം. അപ്പം നിങ്ങൾ ഒരു ലൈൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സ്വയം കണ്ടെത്താനുള്ള ഒരു കപ്പാസിറ്റി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. പാരലൽ ലൈൻ, പാരലൽ ത്രൂ എ പോയിന്റ്. ഇപ്പോൾ ഏതിനാണ് എത്ര എണ്ണം വേണം ചോദിക്കുന്ന കണ്ട ഉടനെ ഞാൻ 2 എണ്ണം കൊടുക്കുന്നു വിചാരിച്ചു. എന്നിട്ട് നമ്മൾ എൻറ്റിറ്റി സെലക്ട് എൻറ്റിറ്റി കാണുന്നുണ്ടല്ലോ. സെലക്ട് എൻറ്റിറ്റി, ഞാൻ എൻറ്റിറ്റി സെലക്ട് ചെയ്തു. ഓർത്തം കോപ്പി ചെയ്യാം. മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൊടുക്കുന്നതിനനുസരിച്ച് ലൈന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. 2 എണ്ണം വന്നു കണ്ടോ? അതേപോലെ നമുക്ക് പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ്സിൽ കൂടെ നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കുവാൻ സാധിക്കും. നമുക്ക് വേറെ ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്നും സ്നാപ്പ് ചെയ്യാം. എൻറ്റിറ്റിയിൽ സ്നാപ്പ് ചെയ്യാം.
ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ഇതിൽ 5th 6th ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ചോദിക്കുന്നു, നമ്പർ ചോദിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുത്ത് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. നമ്പർ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം, കുറയ്ക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ചോദിക്കാം, നമ്മളൊരു 10 കൊടുത്തു. കാണുന്നുണ്ടല്ലോ? 10ൽ നമുക്ക് ഏത് ലൈനിന് വേണമെങ്കിലും, നമുക്ക് സെലക്ഷൻ ആവശ്യമില്ല. ഏത് ലൈനാണ് നമ്മുടെ അടുത്തിരിക്കുന്നത് അതിന് ഡിസ്റ്റൻസ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. താഴേക്ക് വേണമെങ്കിൽ താഴേക്ക് മൗസ് വെച്ചാൽ മതി. അത് ഓപ്റ്റ് ചെയ്തു. ലൈൻ വരുമ്പോൾ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ഡിസ്റ്റൻസ് വരുമ്പോൾ ലൈൻ വരും, അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. കാണുന്നുണ്ടല്ലോ? ഇതാണ് അടുത്ത ലെവൽ. അപ്പോൾ പോയിന്റ് തന്നു പാരലൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസും നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ പാരലൽ വരയ്ക്കാം. ഇപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾ അത്യാവശ്യം ലൈൻസിൽ അറിഞ്ഞിരിക്കണം. ബാക്കി സർക്കിളും അതൊക്കെ നമുക്ക് ആവശ്യം അനുസരിച്ച് വരയ്ക്കും. അപ്പോൾ ലൈൻ എന്താണെന്ന് മനസ്സിലായി, ലൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലായി. ഇതാണ് ഈ ജനറലായിട്ട് ഇത്രയും ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം വരയ്ക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ലൈൻ വരയ്ക്കുന്ന ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. നമ്മൾ ലൈൻ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ലൈൻ എന്നുള്ള സിമ്പിൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. ഇനി അടുത്ത എന്താണ്? സർക്കിൾ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് വേണ്ടത് നോക്കാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ലൈൻ എന്നുള്ള ഞാൻ ഓപ്ഷൻ അങ്ങ് ടൂൾ ബാറിൽ നിന്ന് ഓഫ് ചെയ്തു. ഇപ്പോൾ എവിടെ കാണാൻ പറ്റുക? ഇത് ക്ലോസ് ചെയ്തു. നിങ്ങൾ വിഡ്ജറ്റ്സിൽ പോയിട്ട് ടൂൾ ബാർസിൽ പോയി കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആയിക്കണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും. ടൂൾ ബാറിൽ വരും, അല്ലെങ്കിൽ വിഡ്ജറ്റ്സിൽ വന്ന് കിടക്കും. ടൂൾ ബാറിൽ വന്ന് കിടക്കുന്നുണ്ടോ? ടൂൾ ബാറിൽ പോയിട്ട് ലൈന് ഓഫ് ചെയ്തിട്ട് വിഡ്ജറ്റ്സിൽ ടോപ്പ് വിഡ്ജറ്റ്സിൽ ലൈൻ ഓഫാണ്. ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈൻ പിന്നെയും പോളി ലൈന് എല്ലാം പോളി ലൈൻ നമുക്ക് വേണ്ട, ലൈന് വേണ്ട. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് സർക്കിളാണ്. സർക്കിൾ, കർവ്, എലിപ്സ്. ഇത്രയും എണ്ണം സൈഡിലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവർ ഇതിനെ പല ടാബായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സർക്കിൾ നോക്കാം. സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണിത്? ഈ ഓപ്ഷൻ സെൻറ്റർ പോയിന്റ് കൊടുക്കുക. സെൻറ്റർ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു സെൻറ്ററും ഒരു പോയിന്റും കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സെൻറ്റർ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് 0 ഓർ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് 0. ഇപ്പോൾ രണ്ടും ഒന്നായതുകൊണ്ട് ഞാനൊരു കമാൻഡ് കൊടുത്തു, നമ്മൾ സെൻറ്റർ. കാണുന്നുണ്ടല്ലോ? ഇനി നമുക്കുള്ള പോയിന്റ് കൊടുക്കുക. സ്പെസിഫൈ റേഡിയസ് എത്ര കൊടുക്കണം? 20 കൊടുത്തു കഴിഞ്ഞാൽ സർക്കിൾ വന്നു. എന്ത് ചെയ്തത്? സർക്കിൾ ആൻഡ് റേഡിയസ് കൊടുത്താണ് നമ്മൾ ഇത് വരച്ചു. സെൻറ്റർ കൊടുത്തു, റേഡിയസ് കൊടുത്തു. അടുത്ത ഓപ്ഷനിലാണ് ചോദിക്കുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് കാണിച്ചു കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് കൊടുത്തു 10,10. ഫസ്റ്റ് പോയിന്റ്. സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ അതനുസരിച്ച് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പം ഞാനൊരു പോയിന്റ് കൊടുക്കാം, 30,10. കാണുന്നുണ്ടല്ലോ? ഇപ്പോൾ 2 പോയിന്റ്സ് കൊടുത്താൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? സർക്കിൾ ആൻഡ് 2 points ആൻഡ് റേഡിയസ് കൊടുക്കുക. ഏതെങ്കിലും 2 പോയിന്റും റേഡിയസും കൊടുക്കുക. 2 പോയിന്റ് കൊടുത്തു, ഒരു സെക്കൻഡ് പോയിന്റ്, സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ്, റേഡിയസ് ഇത്രയും കൊടുക്കുന്നതിന് ഇതിൽ എഴുതി കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഡേറ്റ സിംഗിൾ ഡേറ്റാസ് കൊടുക്കുമ്പോൾ എപ്പോഴും ടൂൾ ഓപ്ഷൻസിൽ പോയിട്ട് വിഡ്ജറ്റ്സിൽ പോയിട്ട് ടൂൾ ബാർസിൽ പോയിട്ട് ടൂൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് എപ്പോഴും 2 പോയിന്റ്സും റേഡിയസും കൊടുത്താണ് നമ്മളിത് വരച്ചത്. സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റും റേഡിയസും. ഇതെന്താണ്? 3 പോയിന്റ്സ്. ജസ്റ്റ് ക്ലിക്കിലും പറ്റും. അതായത് നമുക്ക് 3 പോയിന്റ്സ് നമുക്കറിയാം, തമ്മിൽ കൂട്ടി നമുക്കൊരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ വരയ്ക്കും. ഇതൊക്കെ നമ്മൾ ഇതിൽ പോയി ക്ലിക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സ്നാപ്പ് ഓൺ ആണെങ്കിലാണ് ഇവിടെ അവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ സ്നാപ്പ് ആവശ്യമുള്ള മാത്രം ഓൺ ചെയ്തിട്ട്, ഏതെങ്കിലും എൻറ്റിറ്റി ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ എൻറ്റിറ്റിയിലേക്ക് പോയി സ്നാപ്പ് ചെയ്ത് കിടക്കും. 3 പോയിന്റ്സ് ആണ് ചോദിക്കുന്നത്. ഏതെങ്കിലും 3 പോയിന്റ് ഞാൻ കൊടുക്കുകയാണ്. 1 ചുമ്മാ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
തേർഡ് പോയിന്റ്. സർക്കിൾ 3 പോയിന്റ്സ് വരച്ച്. ഇതൊക്കെ നമ്മൾ വരയ്ക്കുന്ന വഴിക്ക് നമുക്ക് യൂസ് അനുസരിച്ച് ചെയ്യാം. ഇതെന്താ ചെയ്യുന്നത്? സർക്കിളിൻ്റെ സെൻറ്റർ കൊടുക്കുക, റേഡിയസ് കൊടുക്കുക. സെൻറ്റർ റേഡിയസ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് സർക്കിൾ വലുതായി കൊടുക്കും. നമുക്ക് ഏതാണ് നമ്മൾ സെൻറ്റർ അനുസരിച്ച് സെൻറ്റർ മാറ്റി കൊടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും തന്നെത്താനെ വരച്ച് നോക്കണം. ടാൻജൻഷ്യൽ ടു സർക്കിൾ, 2 സർക്കിൾ വരച്ച് ടാൻജൻ്റ് ആയിട്ടൊരു സർക്കിൾ എങ്ങനെ വരയ്ക്കാം? സർക്കിൾ 2 പോയിന്റ്സ് കൊടുത്ത് ഇതെല്ലാം ഇത്രയൊന്നും ഓപ്ഷൻസ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വരയ്ക്കേണ്ടി വരില്ല. അതൊക്കെ ആർച്ചസ്, കൾവേർട്സ് ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഷേപ്പിൽ ഓരോ ബിൽഡിങ്ങും അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറലായിട്ട് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഉള്ള ആവശ്യങ്ങൾ വരിക. അതൊക്കെ പിന്നെ നമുക്ക് വരയ്ക്കുന്ന വഴിക്ക് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെ ലിബ്രാക്കാഡിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനീഷ്യൽ സ്റ്റേജ് മാത്രം നോക്കിപ്പോ. അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളതാണ് കർവ്. കർവ് എന്ന് പറയുമ്പോഴറിയാം സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് കർവ് അല്ലേ. ഇനി എങ്ങനെ ഒരു കർവ് വരയ്ക്കാം നോക്കാം. സർക്കിളായി, കർവായി. കർവിലെ ആദ്യത്തെ ഓപ്ഷൻ പോയിന്റ്, സെൻറ്റർ, പോയിന്റ്, ആംഗിൾസ്. ഇപ്പോൾ സെൻറ്റർ കൊടുക്കുക. സെൻറ്റർ വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് 0. എക്സാമ്പിൾ 50, 50, 50. സെൻറ്റർ കൊടുത്ത് റേഡിയസ് ചോദിക്കുന്നു. റേഡിയസ് നമ്മൾ 20 കൊടുത്തു. സ്പെസിഫൈ സ്റ്റാർട്ട് ആംഗിൾ, എവിടെ നിന്ന് തുടങ്ങണം. എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ്. ഏത് ആംഗിളിൽ നിന്ന് തുടക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ 20 ഡിഗ്രി കൊടുത്തെന്ന് വിചാരിച്ചു. ആംഗിൾ എൻഡ് കാണുന്നുണ്ടോ? ആംഗിൾ എൻഡ് എത്രയിൽ തീരണം. അപ്പോൾ 270 കൊടുത്താൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെല്ലാം കൊടുത്തു? നമ്മൾ സെൻറ്റർ കൊടുത്തു, സ്റ്റാർട്ട് ആംഗിൾ കൊടുത്തു, റേഡിയസ് കൊടുത്തു, എൻഡ് ആംഗിൾ കൊടുത്തു. ഇങ്ങനെയാണ് നമ്മളൊരു കർവ്. ഇതൊരു സർക്കിളിൻ്റെ ഒരു പാർട്ടാണ്. ഇതെന്ന് പറയുന്നത് 3 പോയിൻ്റാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും 3 പോയിൻറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന കർവ്. ഇതൊക്കെ നമ്മൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മതിൽ പണിയുമ്പോഴോ വീടിൻ്റെ ഒരു ഷേപ്പ്ലെസ് റൂഫ്, നമ്മൾ പലതരം റൂഫ് പഠിച്ചു. ജോമെട്രിക്കൽ ഷേപ്പിലൊക്കെ പലതരം ഷേപ്പിലൊക്കെ നമുക്ക് റൂഫ് ആർക്കിടെക്ചറലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ 3 പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ആർക്ക് വരയ്ക്കാം. ഇത് നമ്മൾ ഡ്രോയിങ് എടുക്കുമ്പോൾ ഈ ഡ്രോയിങ് വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 പോയിന്റ്സ് കൊടുക്കുമ്പോഴാണ് ഇത് വരയ്ക്കുന്നത്. ഇത് ഒരു ആർച്ചിന് ടാൻജൻഷ്യലായി. അടുത്ത് നമുക്ക് നോക്കുന്നത് സർക്കിൾ ആർക്ക് ടാൻജൻഷ്യലാണ്. ഇത് ഇടുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ കാണുന്നുണ്ടോ? റേഡിയസ് ആണ് കൊടുക്കുന്നത്, ആംഗിളാണ് കൊടുക്കുന്നത്. റേഡിയസ് ആണെങ്കിൽ നമ്മൾ 1 എന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഇതിലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ അനുസരിച്ച് റേഡിയസ് ഒക്കെ കൊടുത്തോണം. കാണുന്നുണ്ടല്ലോ 1-ലൊരു ആംഗിൾ മാറുന്നത്. അങ്ങനെ നമുക്ക് മാറ്റി എങ്ങോട്ട് വേണമെങ്കിലും ഇടാം. ഇതാണ് ഇങ്ങനെ ആർച്ച് ടാൻജൻഷ്യൽ. ഇത് ഈ ആർച്ചിനെ ടാൻജൻഷ്യൽ ആയിക്കൊണ്ട് അടുത്ത് വരയ്ക്കും. ഇത് സ്പ്ലൈൻ. സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. എന്താ സ്പ്ലൈൻ വരയ്ക്കുമ്പോഴത്തേനും ഡിഗ്രി, ഏത് ഡിഗ്രിയിലാണ് കർവിന് ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ്. കാണുന്നുണ്ടല്ലോ. ഈ കർവ് സ്മൂത്ത് ആവണമെങ്കിൽ 3 പോയിന്റ്സ് കൊടുത്ത് നമ്മൾ 3 ഡിഗ്രിയിലാണ് വരച്ചിരുന്നത്. ഇത് എത്ര ഇത് കൊടുക്കുന്നതിനനുസരിച്ച് കർവ് മാറും. പോയിന്റ്സ് കൊടുക്കുന്നത് ഇതാണ് സ്പ്ലൈൻ. ഒരു കർവാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കർവിടെ എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇതാണ് സ്പ്ലൈൻ. ഇതിൽ നോട്ട്സ്, ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ അറിയാം. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത പോയിന്റ്സ് കാണുന്നുണ്ടോ? ഇതിലെന്താ ചെയ്യുന്നത്? നമ്മൾ പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്താ ഇതിലെന്താ ചെയ്യുന്നത്? നമ്മൾ ഏത് ആംഗിളാണ് കൊടുത്തത്. ഇത് പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇതെന്താ ചെയ്യുന്നത്? എലിപ്സ്, ആർക്ക്, ആക്സിസ് കൊടുത്താണ് ചെയ്യുന്നത്. ഇത് ഫ്രീ ഹാൻഡ് ലൈൻ, നമ്മൾ വെറുതെ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരു സ്പ്ലൈൻ വരച്ചിട്ട്. ഇതാണ് കർവ്സ്.
കവേഴ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 1 പോയിന്റ് റേഡിയസ് ടാൻജൻഷ്യലായിട്ട് വരയ്ക്കുക. ഇതെല്ലാമാണ് കർവിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം.